ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഈ കഠിന ചൂടിൽപ്പെട്ട എല്ലാവരും വിഷമിക്കുന്ന സമയം നമുക്ക് അല്പം ആശ്വാസവും ഒക്കെ വേനൽ മഴയയച്ച് ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഒരു ചെറിയ വേദഭാഗം പഠിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നിന്നും ഏതാനും കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പായിട്ട് 16-ാം അധ്യായത്തിൽ 14-ഉം 15-ഉം വാക്യങ്ങളും 16-ഉം 18-ഉം വാക്യങ്ങളും അല്പസമയത്തേക്ക് നമ്മുടെ ചിന്തയ്ക്കായിട്ട് അത് കമ്പൈൻ ചെയ്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ യൂറോപ്പ് എന്ന് കേൾക്കുമ്പോൾ ആക്ച്വലി ഒരു ക്രിസ്ത്യൻസിൻ്റെ ദേശമായിട്ടും കംപ്ലീറ്റ് ക്രിസ്തീയ സഭകളും റിവൈവലൊക്കെ ഉണ്ടായ രാജ്യമൊക്കെ നമുക്കറിയാം. എന്തായാലും ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന, അതുപോലെ പ്രവർത്തനങ്ങളും മിഷണറി പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത് ക്രിസ്ത്യൻ രാഷ്ട്രമെന്ന്, ക്രിസ്ത്യൻ കൺട്രീസ് എന്നൊക്കെ പേരെടുത്ത രാജ്യങ്ങൾ ഇന്ന് അങ്ങനെയല്ലെന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ആ യൂറോപ്പിൻ്റെ ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു കൺവേർഷൻ ഉണ്ടായതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ ഒരു പുഴയ്ക്കരികെ സ്ത്രീകൾ ഒക്കെ ഉണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു ധനികയായ സ്ത്രീ എന്ന് പറയാം, അതായത് ഒരു ബിസിനസ് വുമൺ, ലുദിയ, പർപ്പിൾ മർച്ചൻ്റ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ അതിന് രക്താംബരം വയ്ക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്ന് പറയാം. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ പർപ്പിൾ മർച്ചൻ്റാണ്, അതേസമയം തന്നെ അവർ ദൈവഭക്തയായിരുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവഭക്തയായ ഒരു സ്ത്രീ എന്ന്. അപ്പോൾ പോള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നു, അവരുടെ കൂടുതൽ ഉൾക്കൊള്ളുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയത്തെ തുറന്നതായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ലുദിയായും അവരുടെ കുടുംബവും കടന്നു വരികയും അവർ സ്നാനമേറ്റ് അവരുടെ വീട്ടിൽ തന്നെ അപ്പോസ്തലന്മാരെ ക്ഷണിക്കുന്നു, അവരവിടെ താമസിക്കുന്നു, അവരുടെ ഭവനത്തിൽ തന്നെ ഒരു സഭ ആരംഭിക്കുന്നു. അങ്ങനെയാണ് ഫിലിപ്പിയിലെ സഭ. ആദ്യമായിട്ട് യൂറോപ്പിൽ ഒരു കൺവേർട്ട് ആകുന്നത് ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ അവരുടെ ഭവനത്തിലാണ് ആദ്യത്തെ സഭ ഉണ്ടാകുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആണ് പൗലോസ് അപ്പോസ്തലനും ശീലാസും അവരുടെ കൂടെയുള്ളവരൊക്കെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. 16-ാം അധ്യായം 16-ഉം 18-ഉം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ബാല്യക്കാരത്തിയായ ഒരു സ്ത്രീയെക്കുറിച്ച് കാണുന്നു. അതായത് അവരെ വന്നിട്ട് അവരുടെ യജമാനൻ അവളെ ഒരു വെളിച്ചപ്പാടത്തിൻ്റെ ആത്മാവ് കൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതായ ആ ഒരു ജോലിയിൽ കൂടി, ആ ഒരു തൊഴിലിൽ കൂടി അവളുടെ യജമാനന്മാർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീ വന്നിട്ട് റിപ്പീറ്റഡായിട്ട് പല ദിവസങ്ങളിലും ഈ പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് അവർ ദൈവത്തിൻ്റെ ദാസന്മാരെന്നും രക്ഷയുടെ സുവിശേഷം അറിയിക്കാൻ വന്നതാണെന്നും പറഞ്ഞിട്ട് ഇവരുടെ പുറകെ നടന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഒരു ദിവസം പൗലോസിന് പെട്ടെന്ന് ദേഷ്യം തോന്നിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളിലുള്ള ദുരാത്മാവിനോട് വിട്ടുപോകുവാനായിട്ട് ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോഴെന്തായെന്ന് ചോദിച്ചാൽ, ഈ ദുരാത്മാവ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ആ ബാല്യകാരി സ്ത്രീക്ക് പിന്നീട് വെളിച്ചപ്പാടിൻ്റെ ആത്മാവുമില്ല, അവൾക്ക് പ്രവചനം പറയാനോ ഒന്നുമുള്ള കഴിവില്ലാതെയായി. അപ്പോൾ അവളുടെ യജമാനന്മാരുടെ വരുമാനം നിന്നുപോയി. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സ്ത്രീകളെ കണ്ട് ചിന്തിച്ചു. ആദ്യത്തെ സ്ത്രീ ദൈവഭക്തയായിരുന്നു, ബിസിനസ് ചെയ്യുന്ന ധനികയായ സ്ത്രീയായിരുന്നു.
അവർ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കൈക്കൊണ്ട് ആ രക്ഷയിലേക്ക് കടന്നു വന്നു. അവർ ദൈവത്തെ സ്വീകരിച്ചു. അവർ ഒരു ക്രിസ്ത്യാനിയായി മാറി. അവരുടെ ഭവനം തന്നെ ദൈവത്തിനായിട്ട് തുറന്നു കൊടുത്തു. മറ്റേ സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരാൽ നയിക്കപ്പെട്ട് അവരുടെ വരുമാനത്തിനായിട്ട് ഈ സ്ത്രീയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ അവരുടെ വരുമാനം നിന്നുപോയി എന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്ത് ആ നാട്ടിലുള്ള കുറേ ആൾക്കാരെല്ലാം ചേർത്തുകൊണ്ട് പൗലോസിനും ശീലാസിനും എതിരായിട്ട് അവർ അവരുടെ ലീഡേഴ്സിൻ്റെ മുമ്പിൽ ചന്തസ്ഥലത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരോട് ഇവർ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിനും ഞങ്ങളുടെ ഇതിനൊക്കെ എതിരായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇവർക്ക് ശിക്ഷ കൊടുക്കണം, ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നുള്ള രീതിയിൽ അവർ ഇൻ്റർഫിയർ ചെയ്യുന്നു. അവിടെ എന്താകുന്ന അവർ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് അവസാനം അവിടുത്തെ മജിസ്ട്രേറ്റുമാർ ഇവർക്ക് ശിക്ഷ വിധിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഫിലിപ്പിയിൽ വെച്ച് പൗലോസിനും ശീലാസിനും നേരിടേണ്ടി വന്ന അന്യായമായ ജനക്കൂട്ടത്തിൻ്റെ ആക്രമണം, ക്രൂരമായ മർദ്ദനം, അതുപോലെ തന്നെ തടവ് ശിക്ഷ എന്നിവയെക്കുറിച്ചാണ് ഈ ഭാഗം വിവരിക്കുന്നത്. അതായത് 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഈ ഒരു ബാല്യക്കാരിയിൽ നിന്നും വെളിച്ചപ്പാടായ ആത്മാവിനെ പുറത്താക്കിയതിനെ തുടർന്നാണ് അവർക്ക് സുവിശേഷത്തിനായി ഇത്രയും കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. മജിസ്ട്രേറ്റുമാർ കൽപ്പിച്ച ശിക്ഷ എന്നാൽ അവരുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റണം, കോലുകൊണ്ട് അവരെ അടിക്കണം, അതിനുശേഷം അവരെ രണ്ടുപേരെയും ഏറ്റവും സുരക്ഷിതമായ അകത്തെ അറയിൽ തടവറയിലാക്കിയിട്ട് കാലുകൾ രണ്ടും ആമത്തിൽ പൂട്ടി തറയ്ക്കുകയും വേണമെന്നാണ് ശിക്ഷാവിധി. അവരതുപോലെ തന്നെ നടപ്പാക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അന്യായമായിട്ടുള്ള ആരോപണങ്ങൾ എന്നത് പൗലോസും ശീലാസും ചെയ്ത അത്ഭുതം, ആ ദാസിയുടെ ഉടമസ്ഥന്മാരുടെ വരുമാനം നിലപ്പിച്ചുകൊണ്ടാണ് അവർക്ക് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യാൻ പോയിട്ട് അവരവസാനം ജയിലില്ല എന്നുള്ളതാണ്. അവരുടെ നേരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു. അവർക്ക് ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് അവർ നടപ്പാക്കിയത്. ശരീരത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നതും വേദനയേറിയതുമായിരുന്നു അതെന്ന് നമുക്കറിയാം. പിന്നീട് വെളിച്ചവും വൃത്തിയും ഇല്ലാത്തതും ഇരുണ്ടതുമായ ആ ഒരു തടവറയിലായിരുന്നു അവരെ അടച്ചത്. കാലുകൾ ആമത്തിൽ തറച്ച് അവർക്ക് ഒരു വിധത്തിലും അവർക്ക് അനങ്ങാനോ പറ്റാത്ത രീതിയിൽ അവരെ കഷ്ടപ്പെടുത്തി. ഇത്രയും വലിയ വേദനയിലും അനീതിയിലും തളരാതെ അവർ ദൈവത്തെ സ്തുതിച്ചു പാടിയെന്നാണ് നമ്മൾ ഈ വചനത്തിൽ വായിക്കുന്നത്. ഇത് നമുക്ക് വിശ്വാസികൾക്ക് വലിയൊരു മാതൃകയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവരുടെ ശുശ്രൂഷയിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളുടെയും കഷ്ടങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ അവരുടെ അചഞ്ചലമായുള്ള വിശ്വാസത്തെയും ഇവിടെ എടുത്തു കാണിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ സ്തുതിച്ചു പാടി. തടവുകാരത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അടികൊണ്ട് മുറിവേറ്റ് ഏറ്റവും ക്ഷീണിതരായിരുന്നിട്ടും വൃത്തിഹീനമായ സ്ഥലത്തായിരുന്നിട്ടും അവർ ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടുകയോ പിറുപിറുക്കുകയോ ചെയ്യാതെ ഏറ്റവും ആത്മശക്തി നിറഞ്ഞവരായി അവർ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു ദൈവത്തെ സ്തുതിച്ചു പാടിക്കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അവരുടെ സ്തുതിപ്പിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഒരു അത്ഭുതം നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ കാരാഗൃഹത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ള തടവറയിലുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാർ, അതായത് അവരുടെ പാട്ടുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നുവെന്ന്, അവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ അത്ഭുതം നടക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ് ഇത് കാണിക്കുന്നത്. അവിടെ കടുത്ത വേദനയിലും പ്രതികൂല സാഹചര്യങ്ങളിലും അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ സ്തുതിപ്പാൻ റെഡിയായി എന്നാണ്. കാരാഗൃഹത്തിലെ മറ്റ് തടവുകാർ ഇവരുടെ പാട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം സാഹചര്യങ്ങൾക്ക് അതീതമാണെന്ന് ആണ് ഇത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവിടെ ഉണ്ടായ ദൈവിക ഇടപെടൽ അവരുടെ സ്തുതിക്ക് മറുപടിയായി അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു. ആ തടവറയുടെ വാതിലുകൾ തുറക്കപ്പെടുകയും ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയും ചെയ്തു. ദൈവം തൻ്റെ ദാസന്മാരെ അത്ഭുതകരമായി വിടുവിച്ചു. തടവറയിലുണ്ടായിരുന്ന എല്ലാവരുടെയും ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീണു.
ഇവിടെ നമ്മൾ കാണുന്ന വലിയൊരു അത്ഭുതം ഇവിടെ നടന്നിരിക്കുകയാണ്. എന്നാൽ അവരാരും ജയിലിൽ നിന്ന് ഓടിപ്പോവുകയോ അല്ലെങ്കിൽ രക്ഷപ്പെടുവാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഇരുട്ടായിരുന്നെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ കാണുന്ന വേറൊരു വ്യക്തിത്വമാണ് കാരാഗ്രഹ പ്രമാണി. ആ കാരാഗ്രഹ പ്രമാണി ഭൂകമ്പം ഉണ്ടായത് മൂലം തടവുകാരെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കരുതി തന്നെത്താൻ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയ ഒരു വ്യക്തി. എന്നാൽ പൗലൂസിൻ്റെ ഇടപെടൽ മൂലം അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായുള്ള മരണത്തിൽ നിന്നും പൗലൂസ് അദ്ദേഹത്തെ രക്ഷിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, റോമൻ നിയമപ്രകാരം തടവുകാർ രക്ഷപ്പെട്ടാൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് ജയിലറാണ്. ആ കാരാഗ്രഹ പ്രമാണി അതുകൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപ്പോൾ കാരാഗ്രഹ പ്രമാണി അവരാരും രക്ഷപ്പെട്ടില്ല എന്ന് കണ്ടപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പൗലൂസിനോടും ശീലാസിനോടും ചോദിക്കുന്നു. അതായത്, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ഉത്തരമായി കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന ലളിതവും എന്നാൽ ശക്തവുമായ മറുപടിയാണ് പൗലൂസ് നൽകുന്നത്. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഇവിടെ കാരാഗ്രഹ പ്രമാണിക്ക് മാനസാന്തരത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൗലൂസിനെയും ശീലാസിനെയും പരിചരിക്കുന്നു. മുമ്പ് ക്രൂരനായിരുന്ന കാരാഗ്രഹ പ്രമാണി പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും മുറിവുകൾ കഴുകി അവരെ ശുശ്രൂഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അദ്ദേഹവും കുടുംബവും യേശുവിൽ വിശ്വസിച്ച് ഉടൻ തന്നെ സ്നാനം ഏൽക്കുകയും ഉണ്ടായി. അവർ സ്നാനം സ്വീകരിച്ചു, കർത്താവിൻ്റെ കുടുംബത്തിലെ അംഗമായി മാറി. ഭയത്തിലും മരണനിലത്തിലും നിഴലിലും ആയിരുന്ന ആ ഭവനം ദൈവത്തിലുള്ള വിശ്വാസം മൂലം വലിയ ആനന്ദത്താൽ നിറഞ്ഞു എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. പൗലൂസിനെയും ശീലാസിനെയും വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണമൊക്കെയും കൊടുത്തതായിട്ടും എഴുതിയിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സർവ്വ കുടുംബവും അവർ സന്തോഷിക്കുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു ജയിലിൽ നടന്ന ആദ്യത്തെ ശുശ്രൂഷ എന്ന് വിളിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയും ആരാധനയും ജയിലിൻ്റെ ഉള്ളിൽ നടത്തിയ വലിയ അത്ഭുതം നാം കാണാതെ പോകരുത്. കാരാഗ്രഹ പ്രമാണിയെ തന്നെ ഒരു ക്രിസ്തു അനുയായിയായി ആക്കി മാറ്റിയെന്നാണ് രണ്ടാമത്തെ അത്ഭുതം. ജയിൽ ശുശ്രൂഷ ഇന്ന് നമുക്കറിയാം, ലോകമെമ്പാടുമുണ്ട്. അത് നമ്മുടെ ദേശങ്ങളിലും ഒക്കെയും അനേകർ ജയിലിൽ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, അനേകർ മാനസാന്തരപ്പെടുന്നുണ്ട്. ജയിലറകളിൽ അടയ്ക്കപ്പെട്ട സുവിശേഷകർ, മിഷണറിമാരൊക്കെ അവർ ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നത് കൂടാതെ വെളിയിൽ നിന്ന് പോയിട്ടും ആൾക്കാർ സുവിശേഷം അറിയിക്കുന്നുണ്ട്. ജയിൽ മിഷൻ ചെയ്യുന്ന അനേകരുണ്ടെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് അവരെയൊക്കെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മൾ വചനം നോക്കുമ്പോൾ ആദ്യത്തെ ജയിലിലുണ്ടായ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിലാണെന്ന് നമുക്ക് പറയാം. റോമക്കാരനായിരുന്ന കാരാഗ്രഹ പ്രമാണി കുടുംബസമേതം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഒരു കൂട്ടം ജനം അന്യായമായി ആക്രമിച്ച് പൗലൂസിനെയും ശീലാസിനെയും തടവിലാക്കിച്ച് എങ്കിലും അവിടെ ദൈവം വലിയ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേക പ്രാവശ്യം ദൈവിക ഇടപെടലുകളും അത്ഭുതങ്ങളും നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നാം അത് തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മൾ തന്നെ ചോദിക്കേണ്ടതാണ്, നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ദൈവിക പ്രവർത്തികളിൽ നമ്മളിൽ തന്നെ അടക്കി വയ്ക്കാതെ മറ്റുള്ളവരുമായി അത് ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് വിശ്വാസം വരുന്നത്. നമ്മുടെ തലമുറകളോട് പറയുവാനും നാം ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയും ആരാധനയും ദേശത്തെ തന്നെ അനുഗ്രഹിക്കാനിടയാക്കുന്നു. വെറും ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായിട്ടോ നമ്മൾ സെൽഫ് സെൻറ്റേർഡായിട്ട് ജീവിക്കാതെ കർത്താവിൻ്റെ പഠിപ്പിക്കലും പ്രവൃത്തികളും നാം ജീവിതത്തിൽ പകർത്തി അവന് ഇഷ്ടമായ രീതിയിൽ ജീവിക്കണം, അതുപോലെ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇത്രയും നാൾ ഇതിനൊക്കെയും സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. എത്ര നാൾ അതിനുള്ള ഫ്രീഡം നമുക്ക് ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ല. കിട്ടുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ മറക്കരുത്. ഈ നാളുകളിൽ, അതായത് നമ്മൾ കാത്തിരിപ്പിന് നാളുകളായ പെന്തക്കോസ്തി വരെയുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ച്
അവർ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവാനാണ് പറഞ്ഞത്. എല്ലാ സകല ജാതികളെയും യേശുവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് ആ പ്രവൃത്തി അവരന്ന് ചെയ്തു. എല്ലാ നാടുകളിലേക്കും കടന്നുപോയി കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. അതുകൊണ്ട് നമുക്കും ആ സുവിശേഷം അറിയുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. അനേകം ദൈവദാസന്മാർ അതിനായി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ ജീവിതത്തെ നയിച്ചുകൊണ്ട് നമുക്ക് അനേകം മാതൃകകൾ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ നമ്മൾ എന്തു ചെയ്തു എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഒരു വിശുദ്ധ ജീവിതം നാം തിരഞ്ഞെടുത്ത് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെയും നന്മ നിറഞ്ഞതും ദൈവപ്രസാദമുള്ളതുമാക്കി തീർക്കുവാനായിട്ട് ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ ടു ഓൾ. ബൈ.